ടു രൂപാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് വെജിറ്റേറിയൻകാർക്കും നോൺ വെജ് കഴിക്കുന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എന്തെന്ന് വെച്ചാൽ വെജ് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരിക്കും. ഞാനത് ജീരകശാല റൈസ് ഉണ്ടല്ലോ, അതായത് ജീര റൈസ്, അതിലാണ് ഞാനത് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ദിവസങ്ങൾക്ക് മുമ്പേ. അത് വന്നിട്ട് ബസ്മതി റൈസിൽ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇത് ജീര റൈസിലാണ് ചെയ്തിട്ടുള്ളത്. ജീര റൈസ് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് കിച്ചണിലോട്ട് പോയി നോക്കാം. അതിന് മുമ്പ് ഞാനെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തോളാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. സ്പ്രിംഗ് ഓണിയൻ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇപ്പം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ഒരു ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. ജീര റൈസ് അതൊരു പ്രത്യേക ഒരു മണമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് ജീര റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 പ്രാവശ്യം നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം നമുക്ക് ഇതുപോലെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കാം. ഇത് നമുക്കൊന്ന് മൂടി മാറ്റി വയ്ക്കാം. ഇനി ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. അപ്പോൾ അതിനായിട്ട് വെജിറ്റബിൾസ് ഞാൻ വന്നിട്ട് ഒരു 6 ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലുതായിട്ട് ചെറുതായ 8 എണ്ണം എടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ്, നമ്മൾ 1 കപ്പ് അരിയല്ലേ ഇട്ടിട്ടുള്ളൂ. 2 പച്ചമുളക്, പകുതി സവാള, അതേപോലെ തന്നെ ചെറിയ ഒരു കഷ്ണം ക്യാപ്സിക്കം. ഒരു അരഭാഗം, ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ അരഭാഗം ഇല്ല, അതിനേക്കാളും കുറച്ചാണ്. ക്യാപ്സിക്കം കൂടുതൽ ചേർക്കണ്ട, ഇത്രയും മതി. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ അരി കുതിർക്കാൻ 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാനത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അരി വേവിക്കാനായിട്ട് വെച്ച വെള്ളം ഇച്ചിരി കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളിത് വാർത്തെടുക്കുകയാണ്, അതുകൊണ്ടാണ്. വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇതിന് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിൽ ശകലം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഈ അരി ഇട്ടിട്ട് എവിടെയെങ്കിലും മാറി പൊക്കളയരുത്. പിന്നെ വന്നിട്ട് ഈ അരി നമുക്കൊരു 80% വേവിച്ചെടുത്താൽ മതി. കംപ്ലീറ്റ് വേവിച്ച് എടുക്കണ്ട. നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഫ്രൈഡ് റൈസിന് കുഴഞ്ഞ ചോറ് ശരിയാകത്തില്ലല്ലോ. അത് കാരണം നമ്മളൊരു 80% ഈ അരി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. തീരെ വേവിക്കണ്ട, പറഞ്ഞിതാ 3/4 ഭാഗം. വേഗം വേണം, പക്ഷേ തീരെ കുഴയാനും പാടില്ല. ഇത് നമുക്കിനി ഇതിൽ ഒരു അരിപ്പയിൽ ഊറ്റി വയ്ക്കാം. ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് മാറ്റണം. അപ്പോൾ ഞാൻ ആ ചോറ് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ മാറ്റിയിട്ട്. ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു കണ്ടോ. സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, പച്ചമുളക്. പിന്നെ നമുക്കിതിൽ 2-3 അല്ലി വെളുത്തുള്ളി വേണം, കുറച്ച് മല്ലിയിലയും വേണം. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തു. ഇപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിലായാലും മതി. വെജിറ്റബിൾ ഓയിൽ ചേർത്തോളാം. കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് കുറച്ച് ചേർത്തതേ ഉള്ളൂ. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഗാർലിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതായത് 1 ടേബിൾ സ്പൂൺ, ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇപ്പം ചെറിയ അല്ലിയായിരുന്നു, അതുകൊണ്ട് 4 എടുത്തു. വലുതാണെങ്കിൽ ഒരു 2 എണ്ണം ആയാലും മതി. ഇതൊന്നും ഇതിൽ വഴട്ടാം. അപ്പം ഈ നെയ്യും ഈ ഗാർലിക്കും കൂടെ വഴണ്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇതിലിട്ട് കൊടുക്കുകയാണ്. ബീൻസ്, ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ്, 2 പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ അങ്ങ് വഴറ്റണ്ട, ഒരു 90% വഴറ്റിയെടുത്താൽ മതി. ഫ്രൈഡ് റൈസിന് റൈസ് ആയാലും ശരി, വെജിറ്റബിൾസ് ആയാലും ശരി, തീരെ അങ്ങ് നമ്മൾ കുഴക്കണ്ട. ഇതൊരു 90% നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകരുത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ അതും ചേർത്തോളാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പെപ്പർ ക്രഷ് ചെയ്തായാലും മതി കേട്ടോ. ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 1/2 സ്പൂൺ കൂടെ ചേർക്കണം അവസാനം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ 90% വഴണ്ടിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതിൽ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തത് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. അതിന് പിന്നെ സോസ് കൂടുതൽ ചേർക്കുന്നില്ല, ഓരോ സ്പൂണിൽ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിതിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് മിക്സ് ചെയ്യാം. നമ്മൾ 1 കപ്പേ എടുത്തിട്ടുള്ളൂ, എന്നാലും കുറച്ചായിട്ട് ചെയ്തു. മിക്സ് ചെയ്യാൻ നേരത്തെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഹൈ ഫ്ലെയിം അല്ല. ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ അവസാനം ചേർക്കാം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ അടുത്തില്ല. പിന്നെ ഞാൻ നേരത്തെ മല്ലിയില ചേർക്കണമെന്ന് പറഞ്ഞു, പക്ഷേ മല്ലിയില ഓപ്ഷനിലാണ് കേട്ടോ. ഇതിന് മാക്സിമം സ്പ്രിംഗ് ഒണിയനാണ് ഈ ഫ്രൈഡ് റൈസിൽ ചേർക്കുന്നത്. അപ്പോൾ മല്ലിയില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ താല്പര്യമുള്ളവർ കുറച്ച് മല്ലിയില ചേർത്താലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
പെപ്പർ പൗഡർ എല്ലായിടത്തും ഒന്ന് നമുക്ക് മിക്സായി കിട്ടണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും നമ്മൾ ചേർത്ത സോസും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഒന്നും കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. കണ്ടോ നമ്മുടെ റൈസ് വന്നിട്ട് കണ്ടോ നല്ല രീതിയിൽ ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടെ എഗ്ഗ് വേണമെങ്കിൽ എഗ് ഫ്രൈഡ് റൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല രീതിയിൽ വരട്ടിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ സാലഡ് വെച്ച് കഴിക്കാം. പിന്നെ ചില്ലി ചിക്കൻ കറി ഏത് വേണോ നിങ്ങൾക്ക് ഇഷ്ടം അത് കൂട്ടി കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.